ശക്തമായ മത്സരം നടക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NK അക്ബറാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിനോട് തന്നെ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ചോദിക്കാം. അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചരണം. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? ആത്മവിശ്വാസം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് LDF വിജയിക്കും. അപ്പം തുടർച്ചയാണ് ഗുരുവായൂരിൽ. എന്തത്ര സംശയം? ഗുരുവായൂർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമാണ്. തിരിച്ചു പിടിക്കുമെന്നാണ് UDF പറയുന്നത്. തിരിച്ചെഴുതലാവും. അത് അവരുടെ പ്രവർത്തകർക്കും അവരുടെ നേതൃത്വം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. വളരെ ദയനീയമായ പരാജയമാവും UDF. എന്താ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? വികസനം തന്നെ. വികസനല്ലേ? വികസനം ചർച്ച ചെയ്യാതിരിക്കാനല്ലേ വിവാദങ്ങൾ ഉണ്ടാക്കണേ? വികസനമാണ്. എത്രയോ കാലമായി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതായിരുന്നു ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം. സാധാരണ റെയിൽവേ മേൽപ്പാലം പണിയേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ടിൽ അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. എനിക്ക് 56 വയസ്സായി. 52 വർഷത്തെ പഴക്ക ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്ക്. അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഏറ്റവും വലിയ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ഗുരുവായൂരിലാണ്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആളുകളൊന്നും താമസിക്കാം. ചാവക്കാട് കോടതി സമുച്ചയം 32 കോടി രൂപ ചെലവഴിച്ച് ചാവക്കാട് കോടതി സമുച്ചയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. 10.5 കോടി രൂപയുടെ ചാവക്കാട് താലൂക്ക് ആശുപത്രി അതിൻ്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. 3 ഷിഫ്റ്റാണ് ഡയാലിസിസ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ 13ഓളം ഗവൺമെൻറ് സ്കൂളുകൾ വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പം എല്ലാ സ്കൂളുകൾക്കും സ്വന്തം സ്ഥലമായി കെട്ടിടമാവുകയാണ്. ഉന്നത വിദ്യാഭ്യാസം പ്രയാസകരമായിരുന്ന ഇവിടെ കേരള ഫിഷറീസ് സർവകലാശാലയുടെ സബ് സെൻറ്റർ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. കാലവർഷക്കെടുതിയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ ആളുകൾ സ്കൂളുകളിലാണ് താമസിപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ ഇതിൻ്റെ തൊട്ടടുത്താണ് പണി പൂർത്തിയാക്കിയത്. അഞ്ചങ്ങാടി വളവിലെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. 95% റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നു. ഞാൻ അങ്ങനെ പറയാൻ നിന്നാൽ പിന്നെ വേറെ ഒന്നും പറയാണ്ടാവില്ല. അല്ല, ഈ വികസനമാണെന്ന് പറയുമ്പോൾ പോലും പക്ഷേ ഗുരുവായൂരിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അവിടെ ഒന്നും ചെയ്യുന്നില്ല, മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അത് ശരിയാ. ഗുരുവായൂരിന് വേണ്ടി BJP ഒന്നും ചെയ്തിട്ടില്ല. BJPയുടെ പാർലമെൻറ്റ് മെമ്പറാണല്ലോ അവിടെ നിന്ന് ജയിച്ചത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണല്ലോ. സാധാരണ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു നന്ദി പറയാൻ വരലുണ്ട്. നന്ദി പറയാൻ വേണ്ടി വരിക. അതുപോലും ഉണ്ടാകാത്ത ഒരു പാർലമെൻറ്റ് മെമ്പറുടെ പേര് പറയൂ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും, സുരേഷ് ഗോപി. ഞാൻ ചോദിക്കുക, തിരുപ്പതിക്ക് പാക്കേജ് ഉണ്ട്, പുണ്യനഗരമല്ലേ? അയോധ്യക്ക് പാക്കേജ് ഉണ്ട്, പുണ്യനഗരമല്ലേ? മധുരയ്ക്ക് പാക്കേജ് ഉണ്ട്, പുണ്യനഗരമല്ലേ? ഗുരുവായൂർ പുണ്യനഗരമാണ്, പാക്കേജ് ഇല്ല. ഗുരുവായൂരിൽ നിന്ന് വടക്കോട്ട് തീവണ്ടിപ്പാത വേണം എന്നുള്ളത് എത്രയോ കാലത്താവശ്യം. ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? ഒരു പുതിയ തീവണ്ടി തിരുപ്പതിയിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കോ രാമേശ്വരത്തേക്കോ ഒരു തീവണ്ടി പുതിയതായിട്ടൊന്ന് അനുവദിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഗുരുവായൂരിലെ ക്ഷേത്രത്തിലേക്ക് തിരുവങ്കിടം പ്രദേശത്ത് നിന്ന് വിശ്വാസികൾ അതിരാവിലെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് മടങ്ങിപ്പോകാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടതാണ് തിരുവങ്കിടം അടിപ്പാത. ആ അടിപ്പാതക്ക് എതിരായി ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത ആളുടെ പേര് RLV ബാബു, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവാണ്. വിശ്വാസവും വിശ്വ ഹിന്ദു പരിഷത്തും തമ്മിൽ അബ്ദുറഹ്മാനും അമാവാസും തമ്മിലുള്ള അന്തരമുണ്ട്. വിവാദ പ്രസ്താവനകൾ കൊണ്ടാണ് ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫ്ലെക്സ്, ഹിന്ദു MLA പരാമർശം, ഇതൊക്കെയാണ് ഗുരുവായൂരിനെ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിർത്തുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ അത് അദ്ദേഹം നെഗറ്റീവ് അടിച്ച് മീഡിയ അറ്റൻഷൻ കിട്ടാൻ നോക്കിയത്. കാരണം BJPക്കെതിരായി ശക്തമായ പ്രതിഷേധ രാജ്യത്ത്. കാരണം BJPയുടെ കേന്ദ്ര സഹമന്ത്രി ഉണ്ടായിട്ടൊന്നും കിട്ടിയിട്ടില്ല. 3 പ്രാവശ്യം നരേന്ദ്രമോദി വന്നുപോയി, ഒന്നും തന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പാചക ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് ക്ഷേത്ര നഗരത്തിൻ്റെ അകത്ത് തന്നെ എത്ര ഹോട്ടൽ പൂട്ടി, പലയിടത്തും പൂട്ടി. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മഹാകവി കുമാരനാശാന് ഒരു മുനികുമാരൻ ചണ്ടാല ഭിക്ഷയായി ആ ചണ്ടാല സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, കുടിവെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പാവം പരിഭ്രമിക്കുന്നു, ആരെ വന്നിരിക്കണ്,
ഇയാൾക്ക് വെള്ളം കൊടുക്കും. അപ്പോൾ മുനികുമാരൻ പറയുന്നുണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, വെള്ളമല്ലേ ചോദിക്കും. അതുകൊണ്ട് ഗോപാലകൃഷ്ണന്മാരോട് രാജ്യം ചോദിക്കണത് മതം ചോദിക്കുന്നില്ല ഗോപാലകൃഷ്ണ, ഗ്യാസ് തരൂ എന്നാണ്. മനസ്സിലായ? അപ്പോൾ അത് അട്ടിമറിക്കാനുള്ള പണിയാണ്. ആ മീഡിയ അറ്റൻഷൻ ഗുരുവായൂർ ഈസ് എ സെക്കുലർ, ഒരു സെക്കുലർ സെൻ്ററാണ്. ആ സെക്കുലർ സെൻ്ററിൽ ക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോൾ മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളി ഉയർന്നു. അസാധാരണ സമയത്ത് വിശ്വാസികൾ തടിച്ചുകൂടി. എന്താ പ്രശ്നം? നിങ്ങൾ വേഗം ചെല്ലുക, ഗുരുവായൂർ അമ്പലത്തിന് തീ പിടിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ദേവാലയത്തിൽ പള്ളിമണി മുഴങ്ങി, വിശ്വാസികൾ തടിച്ചുകൂടിയവിടെ. എന്ത് പ്രശ്നം? അവിടെ നിന്ന് ഫാദർ പറഞ്ഞു, വേഗം ചെല്ലു, ക്ഷേത്രത്തിന് തീ പിടിച്ചിരിക്കുന്നു. ഇതാണ് ഗുരുവായൂർ. ഗോപാലകൃഷ്ണൻ BJP ജയിച്ച കോർപ്പറേഷൻ വാർഡ്, BJP ജയിച്ച കോർപ്പറേഷൻ വാർഡിൽ ഗോപാലകൃഷ്ണൻ മത്സരിച്ചു. ആ സീറ്റ് BJPക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറയണോ ഇദ്ദേഹത്തെക്കുറിച്ച്? ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുമോ? അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനം ചെലുത്തുമോ? ഇത് BJPയുടെ ഏറ്റവും വലിയ ഹിമാലയൻ ബ്ലണ്ടറാണ്. ഹിമാലയൻ ബ്ലണ്ടർ. മനസ്സിലായില്ല? ആദ്യ ദയനീയമായ തിരിച്ചടി BJP കുടുംബങ്ങളിൽ തന്നെ ഇവർക്കെതിരായിട്ടുണ്ടാവും. എല്ലാവരും ഗോപാലകൃഷ്ണന്മാരല്ല, എല്ലാവരും ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്നവരാണ്. ഗോപാലകൃഷ്ണനെ വിശ്വസിക്കുന്നവരല്ല. ഗോപാലകൃഷ്ണന്റെ ഭ്രാന്തിന് ശക്തമായ മറുപടി ഉണ്ടാവും. വലിയ ആത്മവിശ്വാസമാണ് അപ്പോൾ മണ്ഡലത്തിൽ. എന്താ ഇത്ര സംശയം? നിങ്ങൾക്ക് വലിയ സംശയം? നിങ്ങളൊന്ന് അന്വേഷിക്കും ഇവിടെ കിടന്നിട്ട്. ഓക്കെ, എന്തായാലും ഈ വർഗീയ പരാമർശങ്ങൾ തിരിച്ചടി അല്ലാതെ മറ്റൊന്നും സൃഷ്ടിക്കില്ല എന്നതാണ് ഇടത് സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടുന്നത്. വിജയം ഉറപ്പാണ്, തുടർച്ച ഉറപ്പാണ് എന്ന് NK അക്ബർ പറയുന്നു. ഗുരുവായൂരിൽ നിന്ന് ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.